ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫോളോവേഴ്സ്, അതായത് നമ്മുടെ കൂടെ എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് ലൈക്ക് ചെയ്യൂലേ, കമൻറ്റ് ചെയ്യൂലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കൊടുക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ നമ്മൾ സ്പോട്ടിന്റെ ഒരു ലെവലിൽ വെച്ചുള്ള വീഡിയോസ് ആണ് കൊടുക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അത് ഞാനിവിടെ ട്രേഡ് ചെയ്യുന്നതും ഞങ്ങളുടെ കൂടെ ലൈവിൽ ഇരുന്ന് മെന്ററിംഗ് ബാച്ചിലെ ആൾക്കാരൊക്കെ ട്രേഡ് ചെയ്യുന്ന എല്ലാം ഫ്യൂച്ചേഴ്സ് ആണ്. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ലെവൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അതുവഴിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് ഇതിൽ വന്ന് കാണുന്നവർ കാണാം, കാണാത്തവർ കാണാം. അവർക്ക് കമന്റ് ചെയ്യണോ ഇല്ല, നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അവിടെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നതാണ് കമന്റിന്റെ സെഷൻ അവിടെ വരാത്തത്. അത് ഒരു തെറ്റായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. എന്താണ് കമന്റ് വരുന്നത് നല്ലതാണ്. കാരണം കുറച്ചും കൂടെ പുതിയ രീതിയിൽ എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവേത് ആ ഒരു കാര്യത്തിന് നിങ്ങളത് തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് കാണുകയും ചെയ്യുക. സോ ഇത് യൂട്യൂബിലെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് എന്തെങ്കിലും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ കിട്ടുമെങ്കിൽ ആ രീതിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫ്രൈഡേ നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി നിഫ്റ്റി താഴേക്ക് ഇറങ്ങി. അത് 1:45 പൊട്ടിയത്, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റും അതിന് താഴേക്ക് ഒന്ന് സെക്കൻഡ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് വരാൻ ശ്രമിച്ചു. ബാങ്ക് നിഫ്റ്റി ബെയറിഷ് റെഫറൻസ് പൊട്ടി ലാസ്റ്റ് ആണ്, അതൊരു കിടന്ന് ഈ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കുകയാണ് ചെയ്തത്. മിഡ് ക്യാപ്പും ബെയറിഷ് റെഫറൻസ് പൊട്ടിയിട്ടില്ല, പി ഒ സിയുടെ ഭാഗത്തേക്ക് വന്നു. ആ ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് കിടന്ന് കളിച്ച ഒരു ക്ലോസിംഗ് ആയിരുന്നു കൃത്യമായിട്ട് വന്നത്. നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വന്നേക്കുന്നത്. ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ. പി ഒ സി വന്നേക്കുന്നത് 13,515 ഭാഗത്താണ് പി ഒ സി. ഇപ്പൊ നമുക്ക് ആദ്യം മിഡ് ക്യാപ്പിന്റെ പി ഒ സി ഒന്ന് മാറ്റി വയ്ക്കാം. 13,515 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റമില്ല, 13,625 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. ബെയറിഷ് റെഫറൻസ് ഒരു മാറ്റമില്ല, 13,412 താഴെ മാത്രമേ ഉള്ളൂ. സോ 13,625 പോവുകയാണെങ്കിൽ 680, 715, 755, 448 പൊട്ടയാണെങ്കിൽ 418, 359, 308 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഈ റേഞ്ചിൽ കിടന്ന് കളിക്കുന്നത് കൊണ്ട് റേഞ്ച് ഒന്നും പൊട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ റെഫറൻസ് ലെവൽ സെയിം അതേപോലെ തന്നെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് എൻ്റെ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്തൊക്കെ തന്നെ നിൽക്കണം. ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സിക്ക് മാത്രമേ ഒരു മാറ്റമുള്ളൂ. 57,904 ഭാഗത്താണ് പി ഒ സി. സോ ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 57,904 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി വരുന്നത്. ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ബുള്ളിഷ് റെഫറൻസിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. ബുള്ളിഷ് റെഫറൻസ് സെയിം ഇപ്പോഴും 58,290 മുകളിൽ തന്നെയാണ് ബുള്ളിഷ് റെഫറൻസ്. 58,590, 58,799 ആ റേഞ്ചിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. 57,745 ഇപ്പോഴും ബുള്ളിഷ് റെഫറൻസ് ആണ്, ബെയറിഷ് റെഫറൻസ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി 57,600, 57,464, 57,300 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഇപ്പോഴും വരും. കാരണം മാർക്കറ്റ് ഈ ഭാഗത്ത് ഒന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ട്. സോ ഇത്തവണ 57,745 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. സോ ലെവൽസ് ഒന്നും മാറിയിട്ടില്ല, അതുകൊണ്ട് അതേ ലെവലിൽ തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് മിഡ് ക്യാപ്പിന് നിങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയിലാണല്ലോ ട്രേഡ് ഒക്കെ നടക്കുന്നത്. നിഫ്റ്റി കൃത്യമായിട്ട് നല്ല രീതിക്ക് താഴേക്ക് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. പി ഒ സി 25,684 ഭാഗത്തേക്കാണ്, 25,684, 25,684 ഭാഗത്താണ് പി ഒ സി നിൽക്കണം. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 25,570 താഴെ മാത്രമേ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു. എത്രയാണ്? 25,570 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് 25,570 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് വീണ്ടും ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ അത് ആ ആലോചന എങ്ങോട്ട് പോകും? നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു റെഫറൻസ് അറിയാലോ, കഴിഞ്ഞ 16 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത അവിടെ സംബന്ധിച്ച് ഫസ്റ്റ് 25,517 ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 25,517 ഭാഗത്ത് 25,517 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് ഈ പി ഒ സി 25,452. എത്രയാണ്? 25,452, 25,452 ഭാഗത്തേക്കും. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കൃത്യമായിട്ട് പറയണമെങ്കിൽ 25,400, എത്രയാണ്? 25,400 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 25,570 പൊട്ടുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് 517, 452, 400 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി ബുള്ളിഷ് റെഫറൻസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ 25,800 മുകളിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. എത്രയാണ്? 25,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് നോക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും? 847 ഭാഗത്തേക്ക്. 25,847 25,847 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് പോകാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,894 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് 25,894 എന്നൊരു പഴയ ഒരു POC ഒരു ഓളിയൻ സോണിന്റെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,953 എത്രയാണ്? 25,953 25,953 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മുടെ ബീഹാറിൽ ഇലക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ ബീഹാറിന്റെ റിസൾട്ട് വരുന്ന അനുസരിച്ചുള്ള മാർക്കറ്റിലെ മൂവ്മെന്റ്സ് വളരെ വോളറ്റൈൽ ആയിട്ട് വരും. മാർക്കറ്റില് റിസൾട്ടുകൾ വരുന്നുണ്ട്. പൊതുവെ മിക്സഡ് ബാഗ്സ് ആയ റിസൾട്ട്സ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ കൃത്യമായ രീതിയിൽ ബാധിക്കും. ലെവല് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. സം ബേസിക്സിന്റെ പ്ലേലിസ്റ്റിനകത്ത് സം ബേസിക്സിനകത്ത് ഒരു വീഡിയോ കിടപ്പുണ്ട്. ലെവൽ ട്രേഡിംഗ് യൂസിങ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ വ്യക്തമായി നിങ്ങളുടെ എല്ലാ ലെവൽ ട്രേഡിങ്ങിന്റെ ആൻസേഴ്സും കൃത്യമായിട്ട് കിട്ടുന്നതാണ്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ, ഹാപ്പി ഹോളിഡേ ഫോർ യു.